ഇനി നമ്മൾ പോകുന്നത് കോഴിക്കോട് സർവകലാശാലയിലേക്ക്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ SFI ശ്രമമെന്ന ആരോപണം. UUC അംഗത്തിന്റെ വോട്ടർ ID കാർഡ് SFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ ചേർന്ന് നശിപ്പിച്ചുവെന്നും മർദ്ദനത്തിനിരയാക്കി കവർന്നുവെന്നുമാണ് പരാതി. സംഭവത്തിൽ SFI ജില്ലാ പ്രസിഡന്റ് ഹരി ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് വളാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. റിപ്പോർട്ട്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 10 നടക്കാനിരിക്കെയാണ് SFIക്കെതിരെ ഗുരുതര ആരോപണം ഉയരുന്നത്. പെരിന്തൽമണ്ണ അൽസലാമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ വിദ്യാർത്ഥിയും കോളേജ് UUCയുമായ ഷിഹാനാണ് വളാഞ്ചേരി പോലീസിൽ പരാതി നൽകിയത്. കോളേജിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ഷിഹാനെ UUC ആയി തെരഞ്ഞെടുത്തിരുന്നു. ഷിഹാന് സർവകലാശാലയിൽ നിന്നും ലഭിച്ച വോട്ടർ ID കാർഡ് ആവശ്യപ്പെട്ട് SFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ സമീപിച്ചുവെന്നും 10,000 രൂപ വാഗ്ദാനം ചെയ്തുവെന്നുമാണ് ഷിഹാന്റെ ആരോപണം. എന്നാൽ ID കാർഡ് നൽകാതെ വന്നതോടെ SFI ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള 5-അംഗ സംഘം വളാഞ്ചേരിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയും കയ്യേറ്റം ചെയ്തും വോട്ടർ ID കാർഡ് കവർന്നുവെന്ന് പോലീസിൽ ഷിഹാൻ നൽകിയ പരാതിയിൽ പറയുന്നു. SFIന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഹരി എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹം ആണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്നോട് ഒരു 10,000 രൂപ ഓഫർ ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞാൽ കാർഡ് തന്നിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ആയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു നിഷ്പക്ഷനായി നിൽക്കുന്ന ആളായി പറഞ്ഞു എനിക്ക് പാർട്ടി ഇല്ലാത്ത കാരണം ഞാൻ പറഞ്ഞു കാർഡ് ഞാൻ തന്നെ വെച്ചോളാം, മറ്റേ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് പോകുന്നു. ഒരാൾ ഒരു പാടം പ്രദേശത്ത് നിന്ന് അവരെന്ത് ചെയ്തു, അവർ കുറേ ആൾക്കാർ, ഒരു 5 ആൾക്കാരുണ്ട്. അവരൊരു കാറിലും പിന്നെ അതേപോലെ ബൈക്കിലും വന്നിട്ട് എന്നെ മർദ്ദിച്ചിട്ട് എൻ്റെ കൈയും കാലും പിടിച്ച് വെച്ചിട്ട് അവർ എൻ്റെ അടുത്ത് നിന്ന് ബലമായിട്ട് ആ UUCന്റെ ഒരു കാർഡ്, ഐഡന്റിറ്റി കാർഡ് അവർ എൻ്റെ അടുത്ത് നിന്ന് വലിച്ചു കൊണ്ടുപോകാൻ ചെയ്തിട്ടുണ്ടായത്. സംഭവത്തിൽ SFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹരി ഉൾപ്പെടെ 5 പേരെ പ്രതി ചേർത്താണ് വളാഞ്ചേരി പോലീസ് കേസെടുത്തത്. IPC 341, 506 വകുപ്പുകൾ പ്രകാരം അന്യായമായി തടഞ്ഞുവെച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസെടുത്തത്. സംഭവത്തിൽ സർവകലാശാല ഡീനിനും ഷിഹാൻ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നും SFIക്ക് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലി കരിമ്പതിന് നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി, എന്താണ് സംഭവം? എപ്പോഴാണ്, എങ്ങനെയാണ്, അതിലെന്താണ് വാസ്തവം? അരുൺ, ഷിയാൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ അടിസ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ വളാഞ്ചേരി പോലീസ് ഈ വകുപ്പുകളൊക്കെ അന്യായമായി തടങ്കൽ വെച്ചതും ഭീഷണിപ്പെടുത്തതും ഉൾപ്പെടെ ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. എന്നാൽ SFI നമ്മൾ ബന്ധപ്പെട്ടുള്ള SFI നേതൃത്വം വ്യക്തമാക്കുന്നത്, ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്, ഈ ആക്രമിച്ചു എന്ന് പറയുന്ന സമയത്ത് ഹരി അവിടെ ഉണ്ടായിരുന്നില്ല, പെരിന്തൽമണ്ണയിലായിരുന്നു. ഇത്തരമൊരു ആരോപണവുമായി ഒരു ബന്ധമില്ല, അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ MSF അടക്കമുള്ളവർ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. സമാനമായ സംഭവം ഇപ്പോൾ തൃശ്ശൂരും നടന്നിട്ടുണ്ട് എന്നുള്ള ഗുരുതര ആരോപണമാണ് KSUവും MSFും ഒക്കെ ഉയർത്തുന്നത്. ഷിഹാനോട് നമ്മൾ വ്യക്തിപരമായി തന്നെ സംസാരിച്ചിരുന്നു. ഷിഹാന്റെ വോട്ടർ ID കാർഡ് ഇത്തരത്തിൽ ഒരു സംഘം ആളുകൾ തട്ടിയെടുത്തു എന്നുള്ളത് വാസ്തവമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷിഹാന്റെ ബൈക്കിന്റെ കവറിലായിരുന്നു വോട്ടർ ID കാർഡ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ക്രൂരമായി മർദ്ദിച്ചിട്ടില്ല എങ്കിൽ പോലും ഷിഹാന്റെ കൈകളും കാലുകളും ഒക്കെ ബലമായി പിടിച്ചു വെച്ചതിന് ശേഷം ബലമായി പിടിച്ചു പറിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വോട്ടർ ID കാർഡ് ഒരു സംഘം ആളുകൾ കവർന്നിരിക്കുന്നത്. ഇത്തവണത്തെ കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. 2 മുന്നണികളും ഒപ്പത്തിനൊപ്പം എന്നുള്ള നിലയിലാണ് കാര്യങ്ങളെ പോക്ക്. സ്വാഭാവികമായും ഭരണം നഷ്ടപ്പെടുക എന്നുള്ളത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് SFIയെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും ആകാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അക്രമങ്ങളിലേക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നത് എന്നാണ് MSF ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ഷിയാന്റെ ആരോപണത്തിൽ ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷിയാൻ പറഞ്ഞതുപോലെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ക്രൂരമായ കുറ്റകൃത്യം തന്നെ SFIയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയണം. കാരണം ഒരു തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡ് എന്ന് പറയുന്നത് ഒരു യൂണിയന്റെ പ്രതിനിധിയായ UUCക്കുള്ള ആ കോളേജിന്റെ തന്നെ പ്രാതിനിധ്യമാണ്. അതാണ് ഇത്തരത്തിൽ ബലപ്രയോഗത്തിലൂടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ വോട്ടർ ID കാർഡ് കവരുകയും ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതിയും അതുപോലെ തന്നെ FIR കോപ്പിയും വോട്ടർ ID കാർഡിന്റെ കോപ്പിയും ഉൾപ്പെടെയുള്ള രേഖകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഷിഹാൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അതൊരു സംഘർഷത്തിലേക്ക് തന്നെ പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ ഇരു മുന്നണി നേതാക്കളും തന്നെ പങ്കുവെക്കുന്നത്. അരുൺ.